യെസ് ടീച്ചറെ, ഇവിടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ പ്രശ്നമുണ്ട് അല്ലേ? കൃത്യമായിട്ട് നോക്കൂ, ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ട്, പക്ഷേ ലാപ്സായി പോകുന്നു. പദ്ധതികൾ കൊടുക്കുന്നില്ല, കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇവർ ചെലവഴിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല അല്ലേ? ഇതെല്ലാം പരിശോധന വിധേയമാക്കേണ്ടതല്ലേ? ഇപ്പം നിരന്തരം ഇങ്ങനെ ഈ CAG-യുടെ പരാമർശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെയൊക്കെയാണ് വീഴ്ചകൾ, ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു, അങ്ങനെ എന്നിട്ടും ആ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ ഇവർക്ക് ഈ ഭരണപരിചയക്കുറവാണോ അജ്ഞതയാണോ എന്തായിരിക്കാം? അത് രണ്ടുമല്ല മിസ്റ്റർ അനിൽ നമ്പ്യാർ. അതായത് പരിചയക്കുറവുമല്ല, അതായത് ഭരണ മികവില്ലായ്മയുമല്ല. ഭരണ മികവില്ലായ്മ മറച്ച് അത് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇതിനെ രണ്ടിനെയും മറച്ചു വെച്ചുകൊണ്ട് ഇവർക്ക് മറയ്ക്കാൻ വേറെ പലതുമുണ്ട്. അതായത് ഇവിടുത്തെ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ്. അപ്പൊ ഏത് ഫണ്ട് എവിടെ വന്നാലും ഇവർക്ക് താല്പര്യമുള്ള ചില മേഖലകൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ മിസ്റ്റർ ഹരിദാസ് പറഞ്ഞു, അതുപോലെ താങ്കൾ പറഞ്ഞു, എന്തൊക്കെ തരത്തിലാണ് PR വർക്കിന് വേണ്ടി എത്ര കോടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. PR വർക്കിന് വേണ്ടി, അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് 3-ാം വട്ടം ഭരണത്തിൽ വരണം എന്നുള്ള മോഹം, ആ വ്യാമോഹം കൊണ്ട് നടത്തുന്ന PR വർക്കുകൾ, അതിനുവേണ്ടി കോടികൾ, ബഹുകോടികൾ ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കുന്ന കോടികളൊക്കെ അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. ഈ PR വകുപ്പുണ്ട്, PR-ന് ഫണ്ടുമുണ്ട്. പക്ഷെ അതുകൂടാതെ ഇവർ സൃഷ്ടിക്കുന്ന PR-കളെ, ആ PR-കൾക്ക് പ്രത്യേകമായിട്ട് വകയോ ഫണ്ടോ ഇല്ല. അപ്പൊ അതിനുവേണ്ടി മറ്റു വകുപ്പുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നു. അങ്ങനെയാണ് വകമാറ്റലിന്റെ ഒരു വലിയ പരിധി വരെ. അതുപോലെ ലോക കേരള സഭ ആർക്ക് എന്ത് പ്രയോജനം ചെയ്തു, ഇങ്ങനെ. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വിദേശ യാത്രകൾ, ഇപ്പൊ തന്നെ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന എന്താണ് വലിയ വാഗ്വാദമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ ഇതാ വിദേശത്തേക്ക് ഈ സംസ്ഥാന ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രതിനിധികളടക്കം പോയി യാക്കോബായ സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഞാനും ഒരു ക്രിസ്ത്യാനിയാണല്ലോ. അതുകൊണ്ട് ഞാനൊരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ്? ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ എന്ത് ക്ഷേമത്തിന് വേണ്ടിയാണ് അങ്ങനെ ഫണ്ട് ചെലവഴിച്ച് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സഭയെ സഹായിക്കുന്നതിന്റെ കാരണം എന്താണ്? അതുപോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ ചെലവഴിക്കുന്ന ഇനി വളരെ കൃത്യമായ വേറൊരു എക്സാമ്പിൾ പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതമുണ്ട്, അതായത് ഗ്രാൻഡ് എയ്ഡ്. ആ ഗ്രാൻഡിന്റെ ആദ്യത്തെ ഗഡു. അപ്പൊ അങ്ങനെ ഈ PR വർക്കിന് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് മുഴുവനും ദുർവിനിയോഗം ചെയ്യുകയാണ്. അത് ഏത് ഫണ്ടാണ് ദുർവിനിയോഗം ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഈ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് എന്ന് പറയാം, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവാകട്ടെ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവാകട്ടെ, നികുതിയേതര വരുമാനങ്ങളിലൂടെ, അതായത് ജനങ്ങളിൽ നിന്ന്, ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫണ്ടാണ് നമ്മുടെ ഖജനാവിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഖജനാവാണെങ്കിലും അവിടെ എത്തുന്നത്. അത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, ഞാൻ ഊന്നി പറയുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് ബ്രാൻഡിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് തെറ്റ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇതുപോലെ PR വർക്കും ബ്രാൻഡിങ്ങും നടത്തുന്നതും തെറ്റ്. കാരണം എന്താണ് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞ അതായത് പല പേരുകൾ മാറ്റിയാണ് സംസ്ഥാന ഗവൺമെന്റ് പോലും ഫണ്ട് ചെലവഴിക്കുന്നത്. അത് LDF-ന്റെ കുത്തകയായിട്ടുള്ള ചെലവഴിക്കലാണ്, LDF-ന്റെ ചേർത്ത് പിടിക്കലാണ് എന്ന് അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റും ഒരു കേന്ദ്ര ഗവൺമെന്റും ചെയ്യാൻ പാടില്ല. കാരണം ജനങ്ങളുടെ പണം എടുത്താണ് ഈ രണ്ടു കൂട്ടരും കളിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ പണമെടുത്ത് ജനക്ഷേമത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ബ്രാൻഡിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒക്കെ അങ്ങേയറ്റം തെറ്റാണ്. അതിനുവേണ്ടി വിനിയോഗിക്കുന്ന പണവും ദുർവ്യയം ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ കണക്കിലെടുക്കണം. ടീച്ചർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്തും വെക്കുന്നുണ്ട്.
ഫർദർ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഈ CAGയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വകമാറ്റി ചെലവഴിച്ചതിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കാത്തതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തായിട്ട് ഞാൻ ഇന്നേ വരെ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ചടങ്ങ് മാത്രമാണോ? CAG അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, അത് മേശപ്പുറത്ത് വയ്ക്കുക, അതിനുശേഷം അത് പരിപൂർണമായിട്ട് അങ്ങ് വിസ്മരിക്കുക, അതിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? അത് സമയാസമയം നടപടി എടുക്കുന്നില്ല. അതായത് ഒന്നാമത് നമ്മൾ ജനങ്ങളും മനസ്സിലാക്കണം, CAG എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കേന്ദ്രത്തെയും അത് എന്താണ് വിമർശിക്കും, സംസ്ഥാനത്തെയും വിമർശിക്കും. വെറുതെ വിമർശിക്കുകയല്ല, കണക്കുകളുടെ പേരില്, ഓഡിറ്റിങ്ങിന്റെ പേരില്, ഓഡിറ്റിങ്ങിൽ തെറ്റ് കണ്ടുപിടിച്ചാലാണ് സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും CAG വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്കറിയാം, മുൻ ധനമന്ത്രി അടക്കമുള്ളവര് അത് CAG പറയുന്ന അത് ഓർമ്മിക്കണം. കിഫ്ബി ആക്ട് കൊണ്ടുവന്നപ്പോ 2009 കൊണ്ടുവന്ന ആക്ട് ആണ്. അത് 2016 LDF വീണ്ടും ഭരണത്തിൽ വന്നപ്പോ ഒരു അമെന്റ്മെന്റിന് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതില് എന്തിനായിരുന്നു കിഫ്ബിയുടെ ആക്ടിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന്? കിഫ്ബി ആക്ട് സമഗ്രമായി ഓഡിറ്റിങ്ങിന് വിട്ടുകൊടുത്താല് CAG ഈ ഫണ്ടിലെ വകമാറ്റലും മറ്റെല്ലാ കൊള്ളരുതായ്മകളും കണ്ടെത്തി അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം, അതായത് ഫണ്ട് വരുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്യുക, ബാക്കി ഈ ഫണ്ടിന്റെ വിനിയോഗ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് CAGയെ മാറ്റി നിർത്തുക. ആ തരത്തിലാണ് അസംബ്ലിയിൽ അന്ന് ഇത് കൊണ്ടുവന്ന് അമെന്റ്മെന്റ് നടത്തി കിഫ്ബി നടപ്പിലാക്കിയത്. എന്നിട്ട് നമുക്കറിയാം, കിഫ്ബി വഴി നമ്മൾ അവസാനം വലിയ തോതിൽ കടമെടുത്ത് കടക്കണിയിലേക്ക് പോകും, നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴുന്നു എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും കുന്തമുനയുമായിട്ട് നിർമ്മല സീതാരാമൻ വരുന്നത്. അതിനു മുൻപ് തന്നെ CAG പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നു, ഇത് അപകടമാണ്, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന പേരില് ഇങ്ങനെ കടമെടുക്കും. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും CAG ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ജനങ്ങളും ഈ ഗവൺമെന്റ് മനസ്സിലാക്കണം. അപ്പൊ ജനങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണ് എന്ന തന്ത്രം ഉപയോഗിച്ചാണ് ഗവൺമെന്റ് ഈ CAGയുടെ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിനെ ഇങ്ങനെ നിരാകരിച്ചുകൊണ്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ CAG എന്താണ് പറയുക, ഏകപക്ഷീയമായിട്ട് നടത്തുന്ന നിഗമനങ്ങളാണ് എന്ന് പറയുന്നത്. പക്ഷേ മിസ്റ്റർ അനിൽ നമ്പ്യാർ, അവിടുത്തെ ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ഗവൺമെന്റിലുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ 1-2 പേരെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു നോക്കൂ. അവർക്ക് ചിലപ്പോൾ പരിമിതികൾ കാണും വസ്തുതകൾ കൃത്യമായിട്ട് വിളിച്ചു പറയാൻ. പക്ഷേ അവര് സത്യസന്ധമായിട്ട് പൊതുജനത്തിന്റെ മുൻപിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അറിയാം വകമാറ്റുന്നത് ശരി, അവിടെ വകമാറ്റുന്നുണ്ട് വലിയ തോതിലെന്ന്. പക്ഷേ ആരാണ്, വകുപ്പുകളാണോ വകമാറ്റുന്നത്? തീർച്ചയായിട്ടുമല്ല. അനിൽ നമ്പ്യാറിനൊരു കാര്യം അറിയാവോ? അതായത് ഭരണ പരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഈ കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് വച്ചിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ധനവകുപ്പിൽ നിന്ന് ഒരുപാട് അധികാരങ്ങൾ, ധനവിനിയോഗത്തെ പറ്റിയുള്ള അധികാരങ്ങൾ എടുത്തു മാറ്റണം. അതത് വകുപ്പുകളുടെ ധനവിനിയോഗത്തിനുള്ള അധികാരങ്ങൾ അതത് വകുപ്പുകൾക്ക് കൊടുക്കണം. അപ്പൊ ഒരു റൂൾ 10 ഉണ്ട്. എന്താണ് ഈ ഗവൺമെന്റിന്റെ ഫിനാൻസിങ് ധനവകുപ്പും അല്ലെങ്കിൽ ധന മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾ 10 ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിശ്ചിതമായ പരിശോധനയ്ക്ക് എന്താണ് വിധേയമാക്കപ്പെടുന്ന റൂൾ 10 ആണ്. റൂൾ 10 കേന്ദ്ര മന്ത്രിസഭയിലും സംസ്ഥാന മന്ത്രിസഭകളിലും ഒക്കെ പാലിക്കപ്പെടേണ്ടതാണ്. അതെന്താണ്? അതായത് ധനമന്ത്രിയുടെ അഭിപ്രായം എന്താ പറയുക, സമ്മതം കൂടാതെ ഒരു വകുപ്പിനും ഒരു കാര്യത്തിനും ഫണ്ട് ചെലവഴിച്ചുകൂടാ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റൂൾ 10 അങ്ങനെ ഒരു ഇതുള്ളത്? കാരണം ധനവകുപ്പ് എല്ലാ കാര്യങ്ങളെ പറ്റിയും, യഥാർത്ഥ ധനസ്ഥിതിയെ പറ്റിയും അതിന്റെ വിനിയോഗത്തെ പറ്റിയും ഒക്കെ കൃത്യമായി പഠിക്കുകയും കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ട വകുപ്പാണ്. അപ്പൊ ആ വകുപ്പ് ഈ ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഈ എന്താ പറയാ വകമാറ്റി ചെലവഴിക്കലിനെതിരാണ്.
നമുക്കറിയാം പലപ്പോഴും മിസ്റ്റർ ബാലഗോപാലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല, പക്ഷേ മുഖ്യമന്ത്രി തീരുമാനം എടുത്തു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ വരാറുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ മൈൽഡ് അറ്റാക്ക് വന്ന അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അറ്റാക്ക് വന്നത് തന്നെ. അതായത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനവും അങ്ങനെ ധനമന്ത്രി നിഷേധിക്കുന്ന പക്ഷം അത് പിന്നെ ആർക്കാണ് എടുക്കാൻ? മന്ത്രിസഭയ്ക്ക് ഒന്നിച്ചു നിന്ന് എല്ലാവരും കൂടി അംഗീകരിച്ചാലും സമ്മതിക്കാം. അപ്പൊ അതൊക്കെ വലിയ തന്ത്രപൂർവമായിട്ട്, അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ധനമന്ത്രി എടുക്കരുത്, വകമാറ്റൽ എളുപ്പമായിട്ട് നടക്കണം, മുഖ്യമന്ത്രി വിചാരിക്കുന്നത് പോലെ നടക്കണം എന്ന് വിചാരിച്ചാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ തന്നെ ധനവകുപ്പിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നത്. എന്നിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊക്കെ അന്ന് തന്നെ അതിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു, വീഡിയോ വഴിയും ചർച്ചകൾ വഴിയും ഒക്കെ പ്രതികരിച്ചിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ അതായത് ധനമന്ത്രിയെ പോലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഫണ്ട് ചെലവഴിക്കണം എന്ന് ഓരോ വകുപ്പും തീരുമാനിക്കത്തക്ക എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം കാണിച്ചാൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പൗരജനങ്ങൾ വളരെ ബോധമുള്ളവരാകണം. ഇത് നമ്മുടെ പണമാണ് ഖജനാവിൽ എത്തുന്നത്, നികുതി വഴിയും നികുതിയിതര വരുമാനം വഴിയും. ആ ഫണ്ട് അനാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും ചെലവഴിക്കാൻ, ആവശ്യമില്ലാത്ത PR വർക്കുകൾക്ക് ഉപയോഗിക്കാൻ, ആവശ്യമില്ലാതെ ലോക കേരള സഭ നടത്താൻ ഒക്കെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കമ്മീഷനുകളെ അപ്പോയിന്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത വെൽഫെയർ ബോർഡുകൾ, എത്ര വെൽഫെയർ ബോർഡുകളാണ് പണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചോദിച്ചു, പിന്നെ ഏകദേശം ഒരു 2010 ആ കാലഘട്ടത്തിലാണ്, എന്തിനാണ് 41 വെൽഫെയർ ബോർഡുകൾ കേരളത്തിൽ? ഒറ്റ വെൽഫെയർ ബോർഡ് പോരെ എല്ലാവരുടെയും വെൽഫെയർ നോക്കാൻ? ഘടകകക്ഷികൾക്കൊക്കെ വീതിച്ചു കൊടുക്കണ്ടേ ടീച്ചറെ? ഓരോ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്ത് നടക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നികുതിയിതര വരുമാനം എടുത്ത് വലിയ വില കൂടിയ കാറുകൾ അത് 10 വർഷമാകുമ്പോഴത്തേനും മാറ്റുന്നു, അല്ലെ 3 വർഷമാകുമ്പോഴത്തേനും മാറ്റുന്നു. കാറുകള്, വലിയ കെട്ടിടങ്ങള്, അതുപോലെ തന്നെ മറ്റ് വർക്കേഴ്സ്, ഇങ്ങനെ 41 വകുപ്പുകൾ അതിനുവേണ്ടി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ ദുർച്ചലവാണ് ഈ സംസ്ഥാനത്ത്. ഇങ്ങനെ ആവശ്യം, അതുപോലെ തന്നെ നഷ്ടത്തിലോടുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ? എനിക്കറിയാം, കെൽട്രോണിന്റെ കാര്യം തന്നെ എടുത്തോളൂ. കെൽട്രോണിൽ നല്ല മിടുക്കരായ എഞ്ചിനീയേഴ്സ്, എന്റെ ബന്ധുക്കൾ തന്നെയുണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ആയിട്ട്. അവർക്കൊന്നും അല്ല ജോലി കൊടുക്കുന്നത്, ജോലിയൊക്കെ പുറം കരാർ കൊടുക്കുകയാണ്. അല്ല, ഒന്നാന്തര എഞ്ചിനീയേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് പകരം അവരെ അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ആ മിടുക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പകരം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തീരുമാനം എടുത്തല്ലോ, PPP കൊണ്ടുവരുന്ന. അത് PPP കൊണ്ടുവരുന്നത് ഇനിയിപ്പോ വല്ല കേരളയിലോ അതോ അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയോ പോലെ ഉള്ളിടത്തേക്കായിരിക്കും. വന്നു കഴിഞ്ഞതൊക്കെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഇവരുടെ പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ കയറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? അപ്പൊ അത് കാരണം കൊണ്ട് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. ഈ 41 വെൽഫെയർ ബോർഡുകളും കാണും, ഇവിടെയുള്ള നിരവധിയായ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കാണും. ഇതിനെ ഒന്നും ഇവർ പിരിച്ചുവിടില്ല. അല്ലെങ്കിൽ കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോകട്ടെ, അത് ചെയ്യില്ല. അവരൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതിനകത്തിരിക്കുന്നത്. ഈ പുറകെ വശത്തോടെ തിരികെ കയറ്റാത്ത ഉദ്യോഗസ്ഥരൊക്കെ എഫിഷ്യന്റ് ആണ്, ക്വാളിഫൈഡ് ആണ്. പക്ഷെ അവർക്ക് ആർക്കും പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കില്ല. പകരം പുറം കരാർ കൊടുക്കും. എന്താണ് പ്രയോജനം? പുറം കരാർ കൊടുക്കുമ്പോഴേ പോക്കറ്റിൽ പണം എത്തൂ. അതുകൊണ്ടാണ് ഈ പുറം കരാറിന് പോകുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണടച്ചും ചെവി അടച്ചും ഇരിക്കുന്ന മലയാളികളെയാണ് തെരഞ്ഞുവാല് കൊണ്ട് തല്ലേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൗരബോധം, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റണം. അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഫലമാണ് ഇപ്പോ കേരളം. അതായത് ഇനി ഒരു ഗവൺമെന്റ് വന്നാൽ പോലും ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്നൊന്നും കരകയറുകയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതിന്റെ കൃത്യതയോടെ അറിയാവുന്നവർക്കറിയാം അത്ര വലിയ രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് കേരളം പെട്ടിരിക്കുന്നത്. തലയൂരുക വലിയ ബുദ്ധിമുട്ടാണെന്ന്. എന്നിട്ട് പോലും എല്ലാവരും ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ട് നടക്കുക. പക്ഷെ എന്റെയൊക്കെ ഉള്ളിൽ ആദ്യമുണ്ട്, എന്റെ പെൻഷൻ നിന്നു പോകുമോ എന്ന ആദ്യ, എന്റെ പെൻഷൻ കൂട്ടി കിട്ടുമോ എന്ന ആദ്യം എനിക്കില്ല. എനിക്ക് കൂട്ടി കിട്ടണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷെ ഇപ്പൊ കിട്ടുന്ന പെൻഷൻ എനിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആദ്യം എനിക്കുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
എനിക്കറിയാം ഇവിടുത്തെ നിജസ്ഥിതി ഈ സംസ്ഥാന സർക്കാർ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. അതുകൊണ്ട് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പോലെ നിരായുധരായ ഈ 2,57,00,000 ജനങ്ങൾ, അതാണ് ഈ കഴിഞ്ഞ റിപ്പോർട്ടില് കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിലോ മറ്റേ പുറത്തു വന്നത്. കേരളത്തിലെ ജനസംഖ്യയെ പറ്റി 2,57,00,000. ഈ 2,57,00,000 ജനങ്ങളിൽ ഒരുപാട് പേര് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനും ഒക്കെ കിട്ടുന്നവരാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന 62 ലക്ഷം പേരുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നു. പിന്നെ അതുപോലെ എന്നെ പോലെ 30-35 വർഷം ജോലി ചെയ്തിട്ട് സർവീസ് പെൻഷൻ മേടിക്കുന്നവര്, ഇവരൊക്കെ ജീവിക്കുന്നത് ഈ പെൻഷൻ കൊണ്ടാണ്. അപ്പൊ ആ പെൻഷൻ നിന്നു പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെയാണ് ശമ്പളത്തിന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ നിന്നു പോകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ ശക്തിയോടുകൂടി പൗരബോധത്തോടുകൂടി പെരുമാറണം. ഗവൺമെന്റിനെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ജനത്തിന് കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭരണം മര്യാദയ്ക്ക് പോവുകയുള്ളൂ. ഭരണം എങ്ങനെയും പോകും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്. പക്ഷെ ജനപക്ഷത്ത് നിന്ന് ഭരിക്കണമെങ്കിൽ ജനം ഇടപെടണം, ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന് പറയണം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയെങ്കിലും വേണം.